പോർട്ടിന്റെ ബിസിനസ് ഉണ്ട്, കോൾ ബിസിനസ് ഉണ്ട്, അദാനിക്ക് സോളാർ ബിസിനസ് ഉണ്ട്. വേറൊരാൾ അംബാനിയാണ്, അംബാനിക്ക് റിലയൻസ് ഗ്രൂപ്പാണ് അംബാനിയുടെ മുഖമുദ്ര എന്ന് പറയുന്നത്. വേറൊരാള് നമ്മുടെ നാട്ടുകാരനായിട്ട് യൂസഫ് അലി ഉണ്ട്. യൂസഫ് അലിയുടെ ബിസിനസ് എന്താണ്? അത് ലുലു ഗ്രൂപ്പാണ്. അപ്പോ റിപ്പോർട്ടർ ചാനലിന്റെ ഉടമയെന്ന് വ്യാജ ഉടമയെന്ന് അവകാശപ്പെടുന്ന ഒരു മാധ്യമ പ്രവർത്തനം നടത്തിയിട്ടുള്ള ആളെ തന്നെ കുരുക്കിലാക്കിക്കൊണ്ട് പോപ്പുലർ ഫണ്ടുമായിട്ട് കൈകോർത്തുകൊണ്ട് ധാരാളം ഫണ്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് കുഴിയൊരുക്കിയിട്ടുള്ള ആ ആൻഡോയുടെ അരികിൽ ഇരുന്നു കൊണ്ട് എന്റെ ഒരു വ്യാജ ഓഡിയോ അത് സംപ്രേഷണം ചെയ്തപ്പോ സുജയ പാർവതി പറയുകയാണ് ചാനലിൽ ഇരുന്നുകൊണ്ട്, എന്താണ് വാഴ നനയുമ്പോൾ ചീരയും നനയില്ലേ, അങ്ങനെയല്ലേ രാഷ്ട്രീയക്കാരുടെ അഴിമതി. അപ്പൊ ശോഭാ സുരേന്ദ്രനെ കൃത്യമായി കള്ളിയായിട്ട് ചിത്രീകരിച്ചു. ഇത് ആ വ്യാജ ഓഡിയോ വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച് ക്രൈം നന്ദകുമാറിന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്ത റാക്കറ്റിനെ ഞാൻ കഴിഞ്ഞ കുറേ കാലമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ 2 പേർ, ഞാൻ കേസിന് പോയി, അതിൽ 2 പേർ ഇപ്പോ ജയിലിനകത്ത് 3.5 മാസം കിടന്നു. ഇപ്പൊ അത് എന്റെ മാധ്യമപ്രവർത്തകരൊന്ന് കേൾക്കണം. ക്രൈം നന്ദകുമാർ പറയുന്ന ഈ വാക്കുകൾ ഇത് തെരഞ്ഞെടുപ്പിന് മുമ്പ് പരിപൂർണമായി വിശ്വസിച്ച് ആണ് ഞാനത് ചെയ്തെങ്കിൽ പിന്നീട് ശോഭാ സുരേന്ദ്രൻ എന്നെ കാണുകയും ഈ കാര്യം പറയുകയും അതിനുശേഷം ആ ജീജാബായിയും അതേപോലെ കണ്ണൻ എന്ന് പറയുന്ന അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴാണ് അതിന്റെ കള്ളക്കളികളിലേക്ക് പോകുന്നത് ഞാൻ പിൻവലിക്കുകയും ചെയ്തത്. അത് ഞാൻ ക്ഷമാപണം എല്ലാ പ്രേക്ഷകരുടെ പിന്നിടയിൽ പറഞ്ഞു. അപ്പോൾ നേരിട്ട് ശോഭാ സുരേന്ദ്രൻ ഞാൻ ക്ഷമ പറയുകയാണ്. എനിക്ക് എന്റെ ജീവിതത്തിൽ വന്ന ആദ്യത്തെ തെറ്റ്, ഞാൻ വരെ ഒരു ആളോടും ക്ഷമ പറഞ്ഞിട്ടില്ല. എന്റെ വാക്കുകൾ 100% സത്യസന്ധമാണ് എന്ന് പൂർണ്ണ വിശ്വസിച്ച് ആർക്കും തെറ്റുപറ്റരുത് എന്നൊരാളോടെയാണ് സ്വീകരിക്കാറുള്ളത്. അത് ഞാൻ ശോഭാ സുരേന്ദ്രനോട് ഈ അവസരത്തിൽ ക്ഷമ ചോദിക്കുകയാണ്. എന്നെ ഒരുപാട് തവണ ഈ ക്രൈമിന്റെ പ്ലാറ്റ്ഫോമിൽ വന്ന ഈ വ്യാജ ഓഡിയോ വെച്ച് കഴക്കൂട്ടം തെരഞ്ഞെടുപ്പിൽ എന്നെ തകർത്ത് തരിപ്പണമാക്കാൻ നോക്കി. എല്ലാ വീടുകളിലേക്കും ഇപ്പോ ആൻഡ്രോയിഡ് റിപ്പോർട്ടർ ചാനലിന്റെ ഒരു വാർത്ത വന്നാൽ ആ വാർത്തയുടെ PR ഏജൻസി മുഖ്യമന്ത്രിയാണ്. നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കളെ പരിശോധിച്ച് നോക്കണം. ഇടതുപക്ഷവുമായിട്ട് ബന്ധമുള്ള മാധ്യമ സുഹൃത്തുക്കൾക്ക് അല്പമെങ്കിലും നിങ്ങളുടെ മനസാക്ഷി ഉണ്ടാകും എന്ന് ചിലർക്കെങ്കിലും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കഴിഞ്ഞ എത്രയോ ദിവസമായി മുഖ്യമന്ത്രിയുടെ PR ഏജൻസിയാണ് ഈ വാർത്തകൾ, ആൻഡ്രോയുടെ റിപ്പോർട്ടർ ചാനലിന്റെ വാർത്തകൾ കേരളത്തിലെ സ്പ്രെഡ്. അതായത് ഭൂരിപക്ഷം ഭയക്കുന്ന വിഷയങ്ങൾ. ശോഭാ സുരേന്ദ്രൻ ഒരു സ്ത്രീയാണ്, പൊളിറ്റിക്കൽ പവർ ഉള്ള ഒരു ലേഡിയാണ്, കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധിയാണ്, എല്ലാ പ്രിവിലേജസും ഉണ്ട്. മാൻ പവർ ആണെങ്കിലും മണി പവർ ആണെങ്കിലും പൊളിറ്റിക്കൽ പവർ, ഇൻഫ്ലുവൻസ് എല്ലാം ഉണ്ട്. പോപ്പുലാരിറ്റിയുടെ നെറുകയിൽ നിൽക്കുന്നു. അവരെ ഒതുക്കാൻ, ഇല്ലാ കഥകൾ പറഞ്ഞ് പ്രചരിപ്പിച്ച് അവരെ വ്യക്തിപരമായി തേജോവധം ചെയ്യാൻ ഇത്തരം മാധ്യമ മേലാളന്മാർ ഇറങ്ങിത്തിരിക്കുന്നു. പോപ്പുലർ ഫ്രണ്ടിന്റെ ഫണ്ടും പറ്റിയിട്ട് ഈ സ്ത്രീയെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാൻ, അവരുടെ കുടുംബ അന്തരീക്ഷം ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളെ പോലെയുള്ളവർക്ക്, ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരരോട്, ഇത്തരം പൊളിറ്റിക്കൽ റൗഡികളോട് പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ എന്ന് ചിന്തിച്ചാൽ മതി. ഇവരനുഭവിക്കുന്നത് ഈ പ്രശ്നമാണെങ്കിൽ ഇവര് തിരിച്ചു പറയാനും, അത് പറയുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യാനും കേൾക്കാനും അനേകായിരം മാധ്യമങ്ങളുള്ള സാഹചര്യത്തിൽ ഇതാണ് ഇവരുടെയൊക്കെ അവസ്ഥയെങ്കിൽ, സാധാരണക്കാരിയായ എന്നെയൊക്കെ ഒതുക്കാൻ ചെവിയിൽ ഒരു ചെവിത്തോണ്ടിയിടുന്ന ലാഘവത്തോടെ നമ്മളെയൊക്കെ ഇല്ലാതാക്കാൻ ഇവർക്ക് കഴിയില്ലേ? പൊരുത്തം വന്നിട്ട് കുറച്ച് നേരമായിട്ട് ചൊറിയുന്നു പേര് മാറ്റാൻ. ആദ്യം ഒരു കാര്യം ചെയ്യുമോനെ, ഉസ്മാൻ എന്ന് പറഞ്ഞാൽ പാമ്പിന്റെ കുട്ടി എന്നാണ് അർത്ഥം. പോയി മാറ്റിയിട്ട് വാ. ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നത് കഴക്കൂട്ടത്ത് നിങ്ങളെ പരിശോധിച്ചു, പരീക്ഷിച്ചു, എന്നിട്ടും ജനങ്ങൾ എനിക്ക് വോട്ട് നൽകി ഞാൻ 2ാം സ്ഥാനത്ത് വരികയുണ്ടായി. അത് കഴിഞ്ഞ് ആലപ്പുഴയിലും നിങ്ങൾ ഇത് പരീക്ഷിച്ചപ്പോ ഞാൻ ക്രൈം നന്ദകുമാറിനെ വിളിച്ചു. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഏറ്റവും വലിയ ദ്രോഹമാണ് എനിക്കെതിരെ നടത്തിയിട്ടുള്ളത്, നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് അത് മാറ്റിക്കളയേണ്ടതാണ്. ആ സമയത്ത് എന്റെ ഇന്റർവ്യൂ എടുത്ത സമയത്ത് മാപ്പ് പറയുകയും 2 പേർ ജയിലിനകത്ത് കിടക്കുന്നുവെന്ന് പറയുന്നതും ഇതെല്ലാം ഇവർക്കറിയാമായിരുന്നിട്ടും ഇവർ ഈ ഓഡിയോ സംപ്രേഷണം ചെയ്തുകൊണ്ട് എന്നെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത്രയേ ഉള്ളൂ. വാഴ ആൻഡോയാണ്, സുജയ പാർവതി മനസ്സിലാക്കണം. വാഴ നനയുമ്പോൾ ചീര നനയുന്ന ആളാണ് ശോഭാ സുരേന്ദ്രൻ എന്നാണ് പറഞ്ഞത്. യഥാർത്ഥ വാഴ ആൻഡോയാണ്. ആൻഡോയുടെ താഴെ ഇരിക്കുന്ന 4 പേർ, സ്മൃതി, സുജയ, അരുൺ, ഉണ്ണി ബാലകൃഷ്ണൻ, നിങ്ങളാണ് ചീരകൾ. നിങ്ങൾ ആ വാഴയുടെ തണലിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ചീരകളായിട്ട് പ്രവർത്തിക്കുകയാണ്. എത്ര നല്ല മാധ്യമങ്ങൾ കേരളത്തിലുണ്ട്, എത്രയോ മാധ്യമ സ്ഥാപനങ്ങളുണ്ട്. ഒരു മരമുറിക്കള്ളനെ, ഒരു ക്രിമിനലിനെ ഇത്രയും മുഖ്യധാരാ മാധ്യമങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് സാധാരണക്കാർ സത്യമറിയാൻ വേണ്ടി
ഈ ഓൺലൈൻ ചാനലുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്ന ഓൺലൈൻ ചാനലുകൾ ദിനംപ്രതി വളർന്ന് പടർന്ന് പന്തലിക്കുന്നത്? എന്തുകൊണ്ടാണ്? ആലോചിച്ചാൽ മതി. മുഖ്യധാരാ ചാനലുകൾക്ക് പണം മതി. അവർക്ക് അവരുടേതായിട്ടുള്ള മതമുണ്ട്, രാഷ്ട്രീയമുണ്ട്, വ്യക്തി താല്പര്യങ്ങളുണ്ട്. അതിനൊക്കെ അതീതമായി ഓൺലൈൻ മാധ്യമങ്ങൾ വാർത്തകൾ കൊടുക്കുമ്പോൾ അവരെ ഇല്ലാതാക്കാൻ വേണ്ടി ബക്കറ്റും ചൂലും ഹാർപ്പിക്കുമായി ഇറങ്ങുന്ന MLA-മാരുടെ കാലഘട്ടമാണിത്. കളവ് പറയാൻ സാധിക്കുന്ന ഒരാളെ, വ്യാജ ബലാത്സംഗ കേസ് ക്രിയേറ്റ് ചെയ്ത ഒരാളെ, ഏലിക്കുട്ടി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ വയനാടിലെ ആ പറമ്പിൽ നിന്ന് മരം മുറിച്ചു സമീർ എന്ന് പറഞ്ഞുകൊണ്ട് സമീറിനെ പോലെയുള്ള മുട്ടിൽ മരമുറി കേസ് സത്യസന്ധമായി അന്വേഷിച്ച് അത് പുറം ലോകത്തേക്ക് കൊണ്ടുവരാനുള്ള ശുഷ്കാന്തി കാണിച്ചിട്ടുള്ള സമീറിനെ പോലെയുള്ള ആളുകളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് റിപ്പോർട്ടർ ചാനൽ വ്യാജമായിട്ടുള്ള വാർത്തകൾ അത് നിങ്ങൾ സൃഷ്ടിച്ചിട്ടില്ലേ? ഇവിടെ പലരും വന്ന് ചോദിക്കുന്നു, രാഷ്ട്രീയമാണോ? ഇത് രാഷ്ട്രീയമല്ല. ഒരു സ്ത്രീ അവരുടെ രാഷ്ട്രീയം ഏതുമാകട്ടെ, അവരുടെ മതമോ അവരുടെ ആദർശമോ അവരുടെ താല്പര്യമോ ഒന്നുമല്ല ഇവിടുത്തെ വിഷയം. അതായത് ചില മത മേലധ്യക്ഷന്മാരെയും രാഷ്ട്രീയ പിമ്പുകളെയും അവരുടെ യഥാർത്ഥ ചിത്രം എന്താണ് എന്ന് അവർ യഥാർത്ഥത്തിൽ ഈ രാജ്യത്തെ തന്നെ പറ്റിച്ചും കബളിപ്പിച്ചും രാജ്യവിരുദ്ധതകളിൽ മുങ്ങി നിൽക്കുന്ന ആളുകളാണെന്നും ചൂണ്ടിക്കാണിച്ചതിന്റെ പേരിൽ ഒരു സ്ത്രീ ഈ സമൂഹത്തിൽ പിടിച്ചു നിൽക്കാൻ പെടുന്ന പാട്. അവരന്നലെ ഒരു ദിവസം ആത്മഹത്യയുടെ വക്കിലൂടെയാണ് നടന്നു പോയത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ പ്രസ് മീറ്റ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അതുകൊണ്ടാണ് അവരെ പോലെയുള്ളവർക്ക് ഈ ഗതിയാണെങ്കിൽ നമ്മുടെ ഗതി പറയാനുണ്ടോ? നിങ്ങൾ സൃഷ്ടിച്ചപ്പോ നിങ്ങൾ എന്തുകൊണ്ട് ആ ഉദ്യോഗസ്ഥന്മാരുടെ സമീർ, ധനേഷ്, അതുപോലെ തന്നെ അന്നത്തെ വലിയ ഉന്നതനായിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥൻ, ഈ 3 പേരെയും വ്യാജ മരമുറി കേസിൽ കൊടുക്കാമെന്ന് തീരുമാനിച്ചു. നിങ്ങൾക്കതിന് സാധിച്ചില്ല. പക്ഷേ ആ സമീറിനെ ഇപ്പോ വാളയാർ കാട്ടിലേക്ക് സ്ഥലം മാറ്റി പിണറായി വിജയൻ. ആന്റോയ്ക്ക് പിണറായി വിജയനുമായിട്ടുള്ള ഏറ്റവും വലിയ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ മുട്ടിൽ മരമുറി കേസിനെ പുറത്തു കൊണ്ടുവന്ന സമീർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെയും അദ്ദേഹത്തിന്റെ കൂടെ അന്നുണ്ടായിരുന്ന ധനേഷിനെയും അതുപോലെ തന്നെ ഏറ്റവും ഉന്നതനായിട്ടുള്ള ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിനെയും എവിടേക്ക് സ്ഥലം മാറ്റി? ഒരാൾ തിരുവനന്തപുരത്ത് പോയി, ഒരാൾ കാസർഗോഡ് പോയി, ഒരാൾ വാളയാർക്കാട്ടിൽ പോയി. അങ്ങനെ സ്ഥലം മാറ്റി കൊടുത്തു. വ്യാജമായിട്ട് മുട്ടിൽ മരമുറി പോലെ മറ്റൊരു വനം കൊള്ള അവിടെ നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രമുഖമായിട്ടുള്ള ചാനലിനെ പോലും, ചാനലിന്റെ ഉടമസ്ഥനെ കേരളത്തിന്റെ തെരുവീതിയിൽ ചിത്രപഥം ചെയ്യുന്നതും കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ വ്യാജമായിട്ടുള്ള മരമുറി കേസ് ഉണ്ടാക്കി, നിങ്ങൾ വ്യാജമായി പൊന്നാനിയിൽ ഒരു പാവപ്പെട്ട സ്ത്രീയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വ്യാജ ബലാത്സംഗ കേസ് ഉണ്ടാക്കി. നിങ്ങൾ എന്നെ കേരളത്തിന്റെ പൊതുമധ്യത്തിൽ ഒന്നുമല്ലാതാക്കി കളഞ്ഞ് എന്നെ മാനസികമായി തകർക്കാൻ വേണ്ടി നിങ്ങൾ സംവിധാനങ്ങൾ ഒരുക്കി. അപ്പോ എന്നോട് ഒരു മുതിർന്ന 1-2 മാധ്യമ പ്രവർത്തകരും എന്നെ സ്നേഹിക്കുന്ന കേരളത്തിലെ ചില ആളുകളും വിളിച്ചു ചോദിച്ചു, എന്തിനാണ് ഒറ്റത്തന്ത പരാമർശം നടത്തിയത്? ശരിയാണ്, ഒറ്റത്തന്ത പരാമർശം നടത്തുമ്പോൾ അത് തീർച്ചയായിട്ടും എന്താണ്, ഈ ആന്റോയുടെ അമ്മയ്ക്ക് കൂടി അത് മോശമല്ലേ? ഞാൻ അംഗീകരിക്കുന്നു. ആന്റോയ്ക്ക് അമ്മയുണ്ട്. ആന്റോയുടെ അമ്മയെ കുറിച്ച് പറഞ്ഞപ്പോൾ ആന്റോയ്ക്ക് വേദനിച്ചു. എനിക്കും 2 മക്കളുണ്ട്, എനിക്കും 2 ആൺകുട്ടികളുണ്ട്. 25 വയസ്സ് കഴിഞ്ഞ ഒരു മകനും ശാസ്ത്രജ്ഞനും 23 വയസ്സുള്ള രണ്ടാമത്തെ ഒരു മകനും ശോഭാ സുരേന്ദ്രനുമുണ്ട്. എന്റെ മക്കൾക്കും വേദനിച്ചു. എന്നെ വ്യക്തിപരമായി അറ്റാക്ക് ചെയ്തുകൊണ്ട് ഞാൻ ഈ മരമുറിക്കള്ളന്റെ, ഈ മനുഷ്യന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് കാറിൽ ഡീസൽ അടിക്കുന്നുവെന്നും എനിക്ക് നിങ്ങൾ ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു തന്നിട്ടുണ്ടെന്നും നിങ്ങൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞില്ലേ? എന്റെ മക്കൾക്ക് വേദനിച്ചു. ഞാൻ 52 കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ആലപ്പുഴ തെരഞ്ഞെടുപ്പിന് ശേഷം അത് 61 പേരായി. ഈ കുട്ടികൾക്ക് ഞാൻ അമ്മയാണ്. അവർക്ക് വേദനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 10-30 വർഷമായിട്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ പൊതുപ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നെ അമ്മയായി കാണുന്ന എത്രയോ ജനങ്ങൾ ഈ കേരളത്തിന്റെ മുന്നിലുണ്ട്. അവർക്ക് വേദനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് മാത്രമല്ല വേദന, എനിക്ക് വേദനിച്ചു, എന്റെ ചുറ്റും നിൽക്കുന്നവർക്ക് വേദനിച്ചു. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ കേരളത്തിലെ പൊതുജനങ്ങളോടാണ്, വാർത്ത കാണുന്ന മനുഷ്യരോടാണ്. ഞാൻ നിങ്ങളോട് കൈകൂപ്പി അപേക്ഷിക്കുകയാണ്, ദയവ് ചെയ്ത് ഈ റിപ്പോർട്ടർ ചാനൽ നിങ്ങൾ കാണരുത് എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. കാരണം BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനെ ഇല്ലാതാക്കുന്നു, BJPയെ ഇല്ലാതാക്കുന്നു, ശോഭാ സുരേന്ദ്രനെ ഇല്ലാതാക്കുന്നു. എന്നിട്ട് ഒരു നാടകം നടത്തുകയാണ്, 1 മണിക്കൂർ പരിപാടി. ആ 1 മണിക്കൂർ പരിപാടിയിൽ 3 പേർ BJPക്കെതിരെ സംസാരിക്കുന്നു, ഒരാൾ BJPക്ക് അനുകൂലമായിട്ട് സംസാരിക്കുന്നു. അത് നാടകമല്ലേ? കാരണം ഈ പ്രൊഡ്യൂസർ ആൻഡോ, പ്രൊഡ്യൂസറിനെ കോസ്റ്റ് കൊടുക്കുന്നത്, പണം അടച്ചു കൊടുക്കുന്നത് പോപ്പുലർ ഫ്രണ്ട്, പിന്നെ ഗോകുലം ഗോപാലിനെ പോലെയുള്ള ആളുകൾ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഗോകുലം ഗോപാലിന് ഒരു ബിനാമിയുടെ ആവശ്യമുണ്ടോ കേരളത്തിൽ? ഗോകുലം ഗോപാലിന് എന്തിനാണ് ഒരു ബിനാമി? നേരായ മാർഗത്തിൽ ഹോട്ടലുകൾ വാങ്ങിക്കൂടെ? നേരായ മാർഗത്തിൽ
ബിസിനസ് നടത്തിക്കൂടെ? നേരായ മാർഗത്തിൽ ഈ കേരളത്തിൽ പ്രവർത്തിച്ചുകൂടെ? ആ ഗോകുലം ഗോപാലനെ കുറിച്ച് എന്താ പറഞ്ഞത്? ഗോപാലേട്ടനെ ഞാൻ മോശക്കാരനായിട്ട് ചിത്രീകരിച്ചു ശോഭാ സുരേന്ദ്രൻ എന്നാണ് 1 മണിക്കൂർ പരിപാടിയിൽ ആൻഡോ പറഞ്ഞത്. ഗോകുലം ഗോപാലേട്ടന്റെ വോയിസ് എന്താ ആൻഡോയുടെ ചാനലിൽ ഇറക്കാതിരുന്നത്? ഗോകുലം ഗോപാലേട്ടന് വാർദ്ധക്യ പ്രായമുണ്ട്. പക്ഷേ മകളുടെ പ്രായമുള്ളവരുടെ കുളിസീൻ കാണണമെന്ന് ഏതെങ്കിലും ഒരു വയസ്സായിട്ടുള്ള ഒരു 80 വയസ്സായിട്ടുള്ള ഒരാൾ അദ്ദേഹത്തിന് ഓഡിയോ പുറത്തിറങ്ങിയതാണല്ലോ. മാധ്യമ പ്രവർത്തകർ കേട്ടതാണല്ലോ, ഞാൻ ഉൾപ്പെടെ കേട്ടതാണല്ലോ. ബാക്കി വ്യക്തിപരമായ കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പറയാതിരിക്കുന്നത് എനിക്ക് രേഖയില്ലാത്തത് കൊണ്ടല്ല. ഞാൻ കേരളത്തിൽ സ്ത്രീകൾക്കിടയിൽ വർഷങ്ങളായിട്ട് പൊതുപ്രവർത്തനം ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. രേഖയില്ലാത്തതല്ല, വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല എന്നതുകൊണ്ടാണ്. എനിക്ക് പറയാനുള്ളത്, ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിനും റിപ്പോർട്ടർ ചാനലിന്റെ മുതലാളി ആൻഡോ മറുപടി പറഞ്ഞില്ല. പകരം എന്നെ വീണ്ടും വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് ഒരു ഫോട്ടോ വെച്ചുകൊണ്ട് പല ആംഗിളുകളിൽ കൊടുത്ത് എന്നെ മര്യാദ ഇല്ലാത്തവളാക്കി കേരളത്തിൽ ചിത്രീകരിക്കുന്ന പ്രവൃത്തിയാണ് ചെയ്തത്. കൂടെ ഇരിക്കുന്ന എനിക്ക് ആകെ അതിനകത്ത് ഒരൊറ്റ വ്യക്തിയോട് ചെറിയ ബഹുമാനമുണ്ട്. ആള് ശരിക്കും കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഇന്ന് രാത്രിയിൽ നിങ്ങൾ മറുപടി പറയും, ഏത് കമ്മ്യൂണിസ്റ്റുകാരന് ശോഭയുടെ സർട്ടിഫിക്കറ്റ് വേണ്ട എന്നൊക്കെ പറയാം. അതൊക്കെ നിങ്ങളുടെ താല്പര്യം. കാരണം ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. എനിക്കിന്ന് വൈകുന്നേരം പാലക്കാട് പ്രസംഗിക്കാൻ പോകേണ്ടതുണ്ട്. എന്നാൽ ഞാൻ അടിവരയിട്ടുകൊണ്ട് പറയുന്നു, ഈ റിപ്പോർട്ടറിനോട് ഞാൻ പറയുകയാണ്, ഇവിടുത്തെ പൊതുസമൂഹത്തോട് കൈക്കൂപ്പിക്കൊണ്ട് ഞാൻ പറയുകയാണ്, ഈ അഭിനയ പരിപാടി 1 മണിക്കൂർ നടത്തുന്ന ചാനൽ ദയവ് ചെയ്ത് എന്റെ പാർട്ടിയുടെ പ്രവർത്തകരും എന്റെ സംഘപരിവാറിന്റെ പ്രവർത്തകരും ദയവ് ചെയ്ത് കാണരുത്. ഇത് നിങ്ങൾ അടച്ചുപൂട്ടണം. വേറെയുള്ള മാധ്യമങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിയണം. കാരണം എന്താണെന്ന് അറിയുമോ? ഇത് രാജ്യദ്രോഹ പ്രവർത്തകരുടെ കയ്യിൽ നിന്ന് പണം പറ്റി, ഫണ്ട് പറ്റി ഈ കേരളത്തെ തകർക്കാൻ, കേരളത്തെ മറ്റൊരു കാശ്മീരാക്കാൻ, പഴയ കാശ്മീരാക്കാനാണ് ഈ മാധ്യമ മുതലാളി പരിശ്രമിക്കുന്നത്. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ മുഖം മൂടി അത് വലിച്ചു കീറണം എന്നുള്ളത് എന്നോടൊപ്പം എന്റെ അമ്മമാർ, എന്റെ സഹോദരന്മാർ നിൽക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. മറ്റൊന്ന് പറഞ്ഞു, ഞാൻ 1500 കോടി രൂപ കയ്യിലുണ്ട്. ഒരു കാര്യം മിസ്റ്റർ ആൻഡോ, ഇത് ആൻഡോ മുതലാളിക്ക് മഞ്ഞളാംകുഴി ഫാമിലിയിൽ മുൻ മന്ത്രിയുടെ കുടുംബം, ആ കുടുംബം ആൻഡോയുടെ സത്യസന്ധതയ്ക്കുള്ള ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ്. മുൻ മന്ത്രിയും ഇപ്പോഴത്തെ MLA-യുമായിട്ടുള്ള മഞ്ഞളാംകുഴി അലിയുടെ കുടുംബത്തിന് 18 കോടി രൂപയോളം നഷ്ടപ്പെട്ടു. എങ്ങനെ നഷ്ടപ്പെട്ടു? ഈ ആൻഡോ ഈ മാധ്യമം വാങ്ങുന്നതിന് മുൻപ് അദ്ദേഹം ഒരു ബിസിനസ് നടത്താൻ തീരുമാനിച്ചു. ആപ്പിളിനെ വെല്ലുന്ന മാംഗോ ഫോൺ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ആ മാംഗോ ഫോണ് അതിനു വേണ്ടി കൊടുത്ത ബാങ്കിലൂടെ, ഇത് ഗോകുലം ഗോപാലേട്ടൻ മനസ്സിലാക്കണം, ഇത് കള്ളപ്പണമല്ല. ബാങ്കിലൂടെ ട്രാൻസാക്ഷൻ ചെയ്ത് ചെക്ക് ലീഫ് കൊടുത്തതാണ്. ഇത് മുഴുവൻ 18 കോടി 17.25 കോടി രൂപയോളം ഒരു കുടുംബത്തിന്റെ പറ്റിച്ചുകൊണ്ട്. ഇതാണ് മാംഗോ ഫോണിന്റെ എംബ്ലം. മാധ്യമ സുഹൃത്തുക്കൾ ശ്രദ്ധിക്കണം. മാംഗോ ഫോൺ, ആപ്പിളിനെ വെല്ലുന്ന മാംഗോ ഫോൺ, ഇതെല്ലാം തന്നെ ആ മഞ്ഞളാംകുഴി അലിയുടെ കുടുംബം അവര് നടത്തിയിട്ടുള്ള കേസുകളാണ്. 1500 കോടി രൂപ മഞ്ചേരി കോടതിയിലാണ് ഈ കേസ് ഇപ്പൊ നടക്കുന്നത്. ഈ കേസിന്റെ അടിസ്ഥാനത്തിൽ ഈ കേസ് ദുബായിൽ നടന്നിരുന്നു. ദുബായിൽ നടന്ന സമയത്താണ് ആൻഡോ സഹോദരന്മാർ, കാരണം ഇവരെപ്പോഴും പോകുന്നത് 3 സഹോദരന്മാർ ഒരുമിച്ചാണ് ബിസിനസ്സിന് പോകുന്നത്. 3 സഹോദരന്മാർ ഒരുമിച്ച് ചെല്ലുമ്പോൾ ആരെങ്കിലും വിചാരിക്കും ഇതൊരു തട്ടിപ്പാണെന്ന്. ഒരു കുടുംബത്തിൽ ഏതെങ്കിലും ഒരാൾ സത്യസന്ധരായിട്ട് ഉണ്ടാകുമെന്നല്ലേ നമ്മളൊക്കെ കരുതുക. 3 പേരും ഒരുമിച്ച് ചെല്ലുന്നു. അങ്ങനെ ഈ മഞ്ഞളാംകുഴി അലിയുടെ കുടുംബത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നു. എന്നിട്ട് 18 കോടിയോളം മാംഗോ ഫോണിന്റെ GCCയുടെ ഡിസ്ട്രിബ്യൂട്ടർ ആക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തത്. അങ്ങനെ 18 കോടി രൂപയോളം കൊടുത്ത ആ ഫാമിലിക്ക് മാംഗോ ഫോൺ പോകട്ടെ, ഒരു മാംഗോ വരെ കിട്ടിയില്ല. 18 കോടിയോളം നഷ്ടപ്പെടുത്തി. അപ്പോ 20 ദിവസം ഔട്ട് ഓഫ് കൺട്രിയിൽ ജയിലിൽ പിടിച്ചിട്ടു ആൻഡോയുടെ സഹോദരനെ. ജയിലിൽ പിടിച്ചിട്ടപ്പോ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഗോകുലൻ ഗോപാലേട്ടനെ വിളിച്ചു കരഞ്ഞു. കുറെ കാലമായി ഈ പരിപാടി തുടങ്ങിയിട്ട്. അങ്ങനെ വിളിച്ച് കരഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആരൊക്കെയാണ് ഇടപെട്ടതെന്ന് അറിയില്ല. മലപ്പുറം പോപ്പുലർ ഫ്രണ്ടുകാരാണ് പിന്നിലെങ്കിൽ എത്ര കോടി വേണമെങ്കിലും വരും. പാകിസ്ഥാനിൽ നിന്നും, ഇറാനിൽ നിന്നും, തുർക്കിയിൽ നിന്നും വരും. കാരണം കരാർ എഴുതിയിട്ടുണ്ടല്ലോ, ഈ രാജ്യത്തിന്റെ അടിവേര് ഞങ്ങൾ അറുത്തോളാമെന്ന്. അതുകൊണ്ട് കോടികളൊക്കെ ധാരാളം വരും പോകും. അതൊന്നും ഇവിടുത്തെ വിഷയമേ അല്ല. വേണ്ടി വന്നാൽ ദാരിദ്ര്യത്തിൽ അകപ്പെട്ട് കിടക്കുന്ന സൊമാലിയക്കാര് വരെ പോപ്പുലർ ഫ്രണ്ടിന് കോടികൾ കൊടുക്കേണ്ടി വരും. ജില്ലയിലെ അറിയപ്പെടുന്ന മൗലാന ഹോസ്പിറ്റലിന്റെ ഉടമ എന്ത് ചെയ്തു? ഒരു കരാർ ഉണ്ടാക്കി. ആ കരാറിന്റെ കോപ്പി ഞാൻ മാധ്യമ പ്രവർത്തകർക്ക് നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുണ്ട് ആ കരാറിന്റെ കോപ്പി. എല്ലാവർക്കും ഓരോ കോപ്പി ഞാൻ നൽകിയിരുന്നു. ഇതാണ് ആ കരാറിന്റെ കോപ്പി. ഈ കരാറിൽ നാലകത്ത് അബ്ദുൾ റഷീദ്, ഇദ്ദേഹം ആരുമായിട്ട് കരാറുണ്ടാക്കി? മുൻ മന്ത്രി മഞ്ഞളാംകുഴി അലിയുടെ സഹോദരനുമായിട്ട്, ആ കുടുംബവുമായിട്ട് കരാറുണ്ടാക്കി. എന്താ കരാറ്? ജയിലിൽ കിടക്കുന്ന ആൻഡോയുടെ സഹോദരനെ പുറത്തിറക്കാനുള്ള പണം അത് ആര് കൊടുക്കാം? ഈ 17.5 കോടിയും അബ്ദുൾ റഷീദ്
ഈ മൗലാനയുടെ ഉടമസ്ഥൻ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കരാറുണ്ടാക്കിയിട്ട് തൽക്കാലം ജയിലിൽ നിന്ന് പുറത്തിറക്കി. ഇപ്പൊ എന്തായി? അദ്ദേഹം അതിനുവേണ്ടി അവിടെ കെട്ടിവെച്ച ഒരു തുക ഉണ്ടാവുമല്ലോ, 17 കോടി സ്വാഹ, 18 കോടി മഞ്ഞളാംകുഴിയുടെ ഫാമിലിയുടെയും അതും നഷ്ടപ്പെട്ടു. 1500 കോടി രൂപ ആസ്തി സ്വന്തമായിട്ടുള്ള കണ്ടോ മൗലാന ഹോസ്പിറ്റല്, പോപ്പുലർ ഫ്രണ്ടുകാര്, മഞ്ഞളാംകുഴി അലിയും കുടുംബവും, ഇവരൊക്കെ നിസ്സാരക്കാരന്മാരാ. ഇവരുടെ കയ്യിലൊക്കെയുള്ള കോടികൾ എറിഞ്ഞ് സ്വതന്ത്ര ഭാരതത്തെ പിടിക്കാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. റിപ്പറിന്റെ ഉടമ, വ്യാജ ഉടമ, ദയവ് ചെയ്ത് മിസ്റ്റർ ആന്റോ ഈ പണം കൊടുക്കണം. ഈ പണം കൊടുത്തില്ലെങ്കിൽ, കേസ് നടക്കുകയാണ് കോടതിയിൽ, ഈ പണം കൊടുത്തില്ലെങ്കിൽ രാഷ്ട്രീയക്കാരെ ആ കുടുംബം സമീപിച്ചു വന്നിരിക്കട്ടെ, ഞങ്ങൾ സമരത്തിന് പോകും, കൈ കൊടുത്തു സഹായിക്കും. അത് ചിലപ്പോൾ ആന്റോയുടെ വീട്ടുപടിക്കലാവാം, ചിലപ്പോൾ ആന്റോയുടെ റിപ്പോർട്ടർ ചാനലിന്റെ മുന്നിലാവാം. മറ്റൊന്നുകൂടി എനിക്ക് പറയാനുണ്ട്. ഹയാത്ത് ഹോട്ടൽ തൃശ്ശൂരിലാണ് പ്രവർത്തിക്കുന്നത്. ഹയാത്ത് ഹോട്ടലിലേക്കും ശോഭാ സുരേന്ദ്രന്റെ പാർട്ടിയുടെ സംസ്ഥാന ഘടകം ഇന്നലെയാണ് അന്വേഷിച്ചത്. ഹയാത്ത് ഹോട്ടലിൽ ഗുജറാത്തിൽ നിന്നുള്ള ഒരു മന്ത്രി, എന്റെ സുഹൃത്ത്, വന്നിരുന്നു. കാരണം ഞാൻ കഴിഞ്ഞ 5-6 വർഷമായിട്ട് കേന്ദ്ര തലത്തിലെ ദേശീയ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട് പ്രവർത്തിച്ച ഒരാളാണ്. ആന്റോ പറയുന്ന ഉപമ പോലെ അല്ല ഇത്. അപ്പോ തൃശ്ശൂരില് ഗുജറാത്തിൽ നിന്നുള്ള ഒരു മിനിസ്റ്റർ വന്ന സമയത്ത് ഞാൻ ഹയാത്ത് ഹോട്ടലിൽ പോയി, ശരിയാണ്, കണ്ടു. എന്റെ കൂടെ വേറെയും എന്റെ പാർട്ടിയുടെ ഒരാളെ, സാക്ഷി വേണമല്ലോ, ഒരാളെ ഞാൻ കൂടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കണ്ട ഫോട്ടോ ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു. അത് കഴിഞ്ഞപ്പോ ഹയാത്ത് ഹോട്ടലിലേക്ക് വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ശോഭാ സുരേന്ദ്രൻ എവിടെയാണ് റൂം എടുത്തത്, ശോഭാ സുരേന്ദ്രന്റെ എത്ര നമ്പർ മുറിയായിരുന്നു, ശോഭാ സുരേന്ദ്രന്റെ ID കാർഡ് അവിടെ ഉണ്ടോ, ആ ID കാർഡിന്റെ ഒരു കോപ്പി വേണമല്ലോ. എന്തിനാണ്? ID കാർഡിന്റെ ഒരു കോപ്പി കിട്ടിയാൽ ഏത് ട്രാവൽ ഏജൻസിയിലും വേണമെങ്കിൽ ഒരു 3 ലക്ഷം രൂപ കളയാൻ 4 കളഞ്ഞ് കുറെ ട്രാവൽ ടിക്കറ്റുകൾ ഉണ്ടാക്കാം. ID കാർഡിന്റെ കോപ്പി കിട്ടിയാൽ ഗോകുലം ഗോപാലന്റെ കുറെ ഹോട്ടലുകൾ ഉണ്ടല്ലോ, എവിടെ വേണമെങ്കിലും ഞാൻ റൂം എടുത്തതായിട്ട് രേഖകൾ ഉണ്ടാക്കാം. പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, അന്യായമായി എന്നെ തകർക്കാനോ, എന്നെ ഇല്ലായ്മ ചെയ്യാനോ, എന്റെ പ്രസ്ഥാനത്തെ കെട്ടിക്കാണിക്കാനോ ഞാനൊരു വ്യക്തിയല്ല. ഞാൻ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഖമായിട്ട് ഒരുപാട് ആളുകൾ പ്രവർത്തിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഒരു ചെറിയ മുഖമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സഹോദരിയാണ്, ഒരു സ്ത്രീയാണ്. എന്നെ തകർക്കാനായിട്ട് ഇനി പരിശ്രമിക്കുകയാണെങ്കിൽ ഞാൻ എന്റെ മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ പറയാൻ ആഗ്രഹിക്കുന്നു, ഇനി നിങ്ങൾ എന്നെ കാണാൻ എന്റെ ഈ വീട്ടിൽ പത്രസമ്മേളനത്തിന് വരേണ്ട സാഹചര്യം ഉണ്ടാകില്ല. വ്യാജ റിപ്പോർട്ടർ ചാനൽ മുതലാളി ആന്റോയുടെ ഓഫീസിന് മുന്നിൽ ശോഭാ സുരേന്ദ്രൻ പോയി കുത്തിയിരിപ്പ് നടത്തും. എന്നെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന എന്റെ പാർട്ടിയുടെ പ്രവർത്തകന്മാരെ, എന്നെ സ്നേഹിക്കുന്ന പ്രവർത്തകന്മാരെ അവിടേക്ക് കൊണ്ടുവരാൻ എനിക്കൊരു ഫേസ്ബുക്കിലൂടെയുള്ള ഒരു ആഹ്വാനം മാത്രം മതി. അത്രയും കാലം ഞാൻ ഈ പ്രസ്ഥാനത്തെ ചങ്കേറ്റിയിട്ടുണ്ട് എന്ന് പറയാൻ കൂടിയിട്ടാണ് ഞാൻ ഈ പത്രസമ്മേളനത്തിന്റെ മുന്നിലിരിക്കുന്നത്. എന്റെ പ്രവൃത്തികളൊന്നും ഇവിടെ കൊണ്ട് അവസാനിക്കാൻ പോകുന്നില്ല. ഞാൻ ദേശീയ തലത്തിൽ അഖിലേന്ത്യാ പ്രസിഡന്റുമായിട്ട് ഈ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യാനും പങ്കുവയ്ക്കാനും ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടുത്തെ കേരളത്തിലെ പ്രഭാരി ശ്രീമാൻ പ്രകാശ് ജാവേദ്കർജി, അദ്ദേഹം ഇവിടെ കഴിഞ്ഞ ദിവസം വരികയുണ്ടായി. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം അദ്ദേഹം പറഞ്ഞത്, എത്രയോ ആളുകളെ കേരളത്തിലെ സമൂഹ മധ്യത്തിൽ വേട്ടയാടുന്നുണ്ട്, എത്രയോ വാർത്തകൾ വരുന്നുണ്ട്, ശോഭാ സുരേന്ദ്രൻ എന്തിനാണ് അതിനെല്ലാം ചെവി കൊടുക്കുന്നത് എന്നാണ് ജാവേദ്കർജി സ്നേഹത്തോട് കൂടിയിട്ട് ചേലക്കരയിൽ പ്രസംഗിക്കാൻ പോയപ്പോ എന്നോട് പറഞ്ഞത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഈ മാധ്യമ സുഹൃത്തുക്കൾ ഉൾപ്പെടെ, മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഒരല്പം ചൂട് കൂടുതലാണ്, എനിക്ക് ഒരല്പം ഇമോഷൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, പട്ടിണി കിടന്നും കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും ഇത്രയും കാലം പൊതുപ്രവർത്തനം ചെയ്തതിന് ശേഷം ഒരു വ്യവസായ പ്രമുഖന്റെയും, ഞാൻ വേറൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, എന്റെ മനസ്സുപോലും ഇന്ന് സ്റ്റേബിളായിട്ട് നിൽക്കുന്നില്ല. കാരണം അധിക്ഷേപിക്കപ്പെട്ടതിന് ശേഷം, അന്യായമായി മോശക്കാരിയായി ചിത്രീകരിച്ചതിന് ശേഷമാണ് ഞാൻ നിങ്ങളെ പൊതുസമൂഹത്തെ അഭിമുഖീകരിക്കുന്നത്. എനിക്കതിൽ ഒരു കാര്യം കൂടി പറയാനുണ്ട്. കാരണം ഈ റിപ്പോർട്ടർ ചാനലിന് സ്ഥിരമായിട്ട് പരസ്യം കൊടുക്കുന്ന മുതലാളിമാർ ഒന്ന് ശ്രദ്ധിച്ചോളൂ, കുടുങ്ങും. കാരണം നിങ്ങൾക്ക് ഏത് ചാനലിനും പരസ്യം കൊടുക്കാം, എന്നാൽ ED അന്വേഷിക്കുന്ന, ഭാവിയിൽ NIA ദേശീയ സുരക്ഷാ ഏജൻസി അന്വേഷിക്കാൻ പോകുന്ന, ഇപ്പോൾ കേന്ദ്രത്തിന്റെ നല്ല നോട്ടമുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ 1500 അക്കൗണ്ടുകളിൽ ഒരു അക്കൗണ്ട് കൂടിയായിട്ടുള്ള ഈ റിപ്പോർട്ടർ ചാനലിന് തുടർച്ചയായി പരസ്യം കൊടുക്കുന്ന ആളുകൾ നാളെ നിങ്ങൾ കൂടി അന്വേഷണത്തിന്റെ പരിധിയിൽ പെടുമെന്നുള്ളത് കൊണ്ട് നിങ്ങളോട് എനിക്കുള്ള ഒരു അഭ്യർത്ഥന, നിങ്ങൾക്ക് വേറെ നാട്ടിൽ ചാനലുകളുണ്ടല്ലോ, അതുകൊണ്ട് നീതിപൂർവമായി നിഷ്പക്ഷപൂർവമായിട്ടുള്ള ഒരു സമീപനം അതത് വകുപ്പുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എന്നെ കേട്ടിട്ടുള്ള എന്റെ കേരളത്തിലെ ജനങ്ങളോട് എനിക്കുള്ള അഭ്യർത്ഥന, ഞാൻ കുറച്ച് ചൂടായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ വീടിനകത്തിരിക്കുന്ന അമ്മയെയോ ഭാര്യയെയോ നിങ്ങളുടെ മകളെയോ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു വ്യാജൻ വന്ന് ആക്രമിക്കുമ്പോൾ, വേദനിപ്പിക്കുമ്പോൾ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ എന്തായിരിക്കും ഒരു സ്ത്രീയുടെ വേദന. ആ വേദന എനിക്ക് കുറച്ച് ഇമോഷൻസ് കൂടുതലാണ്. ഞാൻ ഇവിടുത്തെ ഒരുപാട് പണക്കാരുടെ വീടുകളിലൊന്നും ഭക്ഷണം കഴിക്കാൻ സ്ഥിരമായിട്ട് പോയിട്ടുള്ള ഒരാളല്ല. ഞാൻ എപ്പോഴും എന്റെ പാർട്ടി പ്രവർത്തകന്മാർക്ക്, എന്റെ പ്രസ്ഥാനത്തിന് പ്രാമുഖ്യം കൊടുക്കുന്ന ആളാണ്. പിന്നെ
പണമുള്ള ആളുകളൊക്കെ മോശക്കാരാണ് എന്നുള്ള ഒരു അഭിപ്രായവും എനിക്കില്ല. നല്ല നല്ല ബിസിനസ്സുകാരുണ്ടാകട്ടെ, വലിയ വലിയ പ്രമാണിമാർ നമ്മുടെ നാട്ടിൽ ഉണ്ടാകട്ടെ. അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്തായിരിക്കണം? അത് ബിസിനസ് പേജുകളിൽ വാർത്ത വരും. 20,000 കോടി രൂപ ഇട്ടാൽ പോരാ. ആ 20,000 കോടി രൂപയുടെ സോഴ്സ് എന്താണ് എന്നൊക്കെ പറയുന്ന അങ്ങനെയുള്ള മുതലാളിമാരോട് നമുക്ക് യാതൊരു എതിർപ്പും വ്യക്തിപരമായിട്ടില്ല. ഇതിപ്പോൾ ഞാൻ കാര്യങ്ങൾ ഉന്നയിച്ചിട്ടില്ലെങ്കിൽ ഇനി ഞാൻ മാനനഷ്ട കേസ് കൊടുത്തിട്ടുണ്ട്. ഈ മാനനഷ്ട കേസുമായി ഞാൻ കോടതിയിൽ പോകുന്നുണ്ട്. അപ്പോ തീർച്ചയായിട്ടും ഇത് ഒരു പ്രമുഖ പാർട്ടി, കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധി ചില സത്യങ്ങൾ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ നിരന്തരം വേട്ടയാടപ്പെടുന്നു. അവരെ വേട്ടയാടുന്നതൊന്നും സാധാരണക്കാരല്ല. പൊളിറ്റിക്കൽ പവറും അതുപോലെ മീഡിയ പവറും മണി പവറും ഒക്കെയുള്ള ആളുകളാണ്. അവരെ ചുറ്റിനും നിന്ന് വേട്ടയാടുമ്പോൾ എതിർഭാഗത്തുള്ളത് മത തീവ്രവാദികൾ കൂടിയാണ്. രാജ്യവിരുദ്ധ പാർട്ടിയാണ് എന്ന് കേരള ഹൈക്കോടതി വിധി പറഞ്ഞ പോപ്പുലർ ഫ്രണ്ടും SDPI, ആ പാർട്ടിയുടെ പ്രധാനപ്പെട്ട സംസ്ഥാനതല നേതാക്കളും ജില്ലാതല നേതാക്കളും ഒക്കെ ഇപ്പോഴും ഡയപ്പറിൽ തിഹാർ ജയിലിലാണ്. അതുപോലെയുള്ള ആളുകളാണ് ഓപ്പോസിറ്റ് നിന്ന് ഇവരെ വേട്ടയാടാൻ ശ്രമിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സത്യം തുറന്ന് പറയാൻ ഇവർക്ക് മീഡിയകളെ ആശ്രയിക്കേണ്ടി വരും. ഇവരുടെയൊക്കെ ഗതി ഇതാണെങ്കിൽ നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്ക്. എന്നെ പോലെ ഒരു സാധാരണക്കാരി ഇത്തരക്കാരുടെ ഇത്തരം കള്ള നാണയങ്ങളെ വെളിച്ചത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ, ഈ മത തീവ്രവാദികളുടെ രാജ്യവിരുദ്ധതകൾ തുറന്നു പറയുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന പ്രതിസന്ധികൾ ഇല്ല. SDPI നിരോധിച്ചിട്ടില്ല. അത് രാഷ്ട്രീയ സംഘടനയാണല്ലോ, അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിധിയിലാണല്ലോ വരുന്നത്. പക്ഷെ ഈ രണ്ട് സംഘടനയും കേരള ഹൈക്കോടതി തീവ്രവാദ സംഘടനയാണ് എന്ന് വിലയിരുത്തിയ സംഘടനകളാണ്. ആരോ അസ്സലാമു അലൈക്കും ഒക്കെ പറയുന്നല്ലോ. വാ, അസ്സലായി അലക്കിയേക്കാം. ആ സ്ത്രീയുടെ അമ്മയെയും വീട്ടിലിരിക്കുന്ന മക്കളെയും ഭർത്താവിനെയും ഒക്കെ വളരെ മോശമായി പറയുമ്പോൾ ഒരു പക്ഷേ അവരും വൈകാരികതയോടുകൂടി പ്രതികരിച്ചെന്നിരിക്കും. സ്ത്രീ എന്ന് കാണുമ്പോഴൊക്കെ ഇവർക്ക് എന്താണപ്പാ ഇത്ര വെകിളി? ഒരു ID കാർഡ് കിട്ടിയാൽ മതി, ഏതെല്ലാം ഹോട്ടലുകളിൽ താമസിച്ചതിന്റെ രേഖ അവർക്ക് ഉണ്ടാക്കാമെന്ന് കണ്ടില്ലേ? അവരെ വരെ മാനസിക സംഘർഷത്തിലാക്കി നിശബ്ദയാക്കാൻ ശ്രമിക്കുന്ന ഒരു മാധ്യമവൃത്തം. നമുക്കിനി വീണ്ടും കാണാം. നന്ദി.